നമസ്കാരം. അങ്ങനെ അവസാനം ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം യാഥാർത്ഥ്യമായിരിക്കുന്നു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം 25% ടാരിഫ് അമേരിക്ക പ്രഖ്യാപിച്ച ഇന്ത്യക്കെതിരെ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചത് നിലവിൽ വന്നു കഴിഞ്ഞു. മറ്റൊരു 25% അടുത്ത 3 ആഴ്ചകൾക്ക് ശേഷം നിലവിൽ വരും. അതുമായി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച് കഴിഞ്ഞു. അതിനർത്ഥം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന, അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും, മിക്ക ഉൽപ്പന്നങ്ങൾക്കും 50% നികുതി, ഇറക്കുമതി തീരുവ ഉണ്ടാവുകയാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന, പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സെനാരിയോ, എങ്ങനെയാണ് ഇന്ത്യ അമേരിക്കയെ അന്ധമായി വിശ്വസിച്ചത്, അതോ വിശ്വസിച്ചിരുന്നുവോ? ഇപ്പോൾ വിശ്വാസവഞ്ചന അമേരിക്ക കാട്ടിയിരിക്കുന്നു എന്ന് നിശ്ചയമായി പറയാം. ഹൗ ഡു വി ബെയിൽ അവർസെൽവ്സ് ഔട്ട്? എങ്ങനെയാണ് ഇതിൽ നിന്നും തലയുയരുന്നത്, സർവൈവ് ചെയ്യുന്നത്? അത് മാത്രമല്ല, സർവൈവിക മാത്രമല്ല, ഈ പ്രതിസന്ധിയെ എങ്ങനെ സാധ്യതയായി മാറ്റിയെടുക്കാം? ഇതായിരിക്കും ഈ ഒരു വീഡിയോയുടെ ഇതിവൃത്തം. നോക്കൂ, ഇന്ത്യയിൽ വളർന്നു വന്ന ഒരു റൈറ്റ് വിങ് മൈൻഡ് സെറ്റ്, അതിന്റെ പ്രതിഫലനമാണ് ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും സംഘപരിവാറും എല്ലാം. ജനം തെരഞ്ഞെടുപ്പിലൂടെ ആ ഒരു റൈറ്റ് വിങ്, അത് ബിസിനസ് ഓറിയന്റഡ് ആണ്, സ്വല്പം ദേശീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു നിലപാടാണ്. അതിനുള്ള പൊളിറ്റിക്കൽ എൻഡോഴ്സ്മെന്റ് ആണ് നരേന്ദ്രമോദിയുടെ ആഗമനവും അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ എത്തിയതും ഇപ്പോഴും തുടരുന്നതും അതിന്റെ ഒരു പ്രതിഫലനമാണ്. ഇന്ത്യയുടെ മൈൻഡ് സെറ്റാണ്. സമാനമായ ഒരു മൈൻഡ് സെറ്റ് മറ്റൊരു കൾച്ചറൽ പശ്ചാത്തലത്തിൽ അമേരിക്കയിലും സമാന്തരമായി അരങ്ങേറിയിരുന്നു. അതിന്റെ ഗുണഭോക്താവാണ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. അതായത് കുടിയേറ്റ വിരുദ്ധത, തീവ്ര ദേശീയത, അമേരിക്ക ഫസ്റ്റ് എന്ന രാജ്യസ്നേഹം എന്നിവയെല്ലാം മനോജ്ഞമായി സമ്മേളിക്കുന്ന ഒരു മൈൻഡ് സെറ്റിന്റെ പൊളിറ്റിക്കൽ പ്രയോജകനാണ് ഡൊണാൾഡ് ട്രംപ്. അങ്ങനെയെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ, ഉന്നത നേതൃത്വങ്ങൾ തമ്മിലും, രാജ്യങ്ങൾ തമ്മിലും, ജനതകൾ തമ്മിലും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന ഒരു മനോഭാവമാണ് ഈ അടുത്ത സമയം വരെ ഉണ്ടായിരുന്നത്. ട്രംപ് വ്യാപാര യുദ്ധവുമായി ചൈനയ്ക്കെതിരെയും റഷ്യക്കെതിരെയും മറ്റ് രാജ്യങ്ങൾക്കെതിരെയും ചന്ദ്രഹാസം ഇളക്കിയപ്പോൾ ഭാരതം ഊറിച്ചിരിച്ചു. മറ്റുള്ളവർക്ക് അടിച്ചു കൊടുക്കുന്നത് പോലെയുള്ള ടാരിഫ് ഇന്ത്യക്ക് ഉണ്ടാവില്ല. ഇന്ത്യ ആഫ്റ്റർ ഓൾ ഈസ് വെൽ വിഷർ ഓഫ് അമേരിക്ക. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചങ്ങാതിമാരായാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതുന്നതും പുറത്തു പറയുന്നതും. അങ്ങനെയെങ്കിൽ ഇവിടെ എല്ലാം ഭദ്രം. പക്ഷെ അത് ഭദ്രമല്ല എന്നത് വെളിപ്പെട്ടു തുടങ്ങിയത് 2-3 ആഴ്ചകൾക്ക് മുമ്പിലാണ്. ആ ഒരു റപ്ചേഴ്സ് പരസ്യമാകുന്നത്, അതിനുള്ള ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ കരുതുന്നത് ഒരു ഇക്കണോമിക് റീസണേ അല്ല, ടാരിഫ് അല്ല, ട്രേഡ് അല്ല, ഇക്കോണമി അല്ല, കൊമേഴ്സ് അല്ല, ചുങ്കമല്ല, മറിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അത് അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് എന്ന ട്രംപിന്റെ അവകാശവാദം ഭാരതം നിഷ്കരണം തള്ളിക്കളഞ്ഞു. അതിന് സത്യം എന്ത് തന്നെ ആയിരുന്നാലും ഇന്ത്യ പരസ്യമായ നിലപാടെടുത്തു. അമേരിക്കൻ പ്രസിഡന്റിന് ഇതിൽ യാതൊരു റോളുമില്ല. പ്രസിഡന്റ് ട്രംപിന്റെ പേരെടുത്തു പറഞ്ഞില്ല എങ്കിൽ പോലും പാർലമെന്റിലെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞു, ഒരു ലോക നേതാവും പറഞ്ഞിട്ടല്ല, മറിച്ച് DGMO തലത്തിൽ നടന്ന സംഭാഷണത്തിനൊടുവിലാണ് ഞങ്ങൾ സംയമനം പാലിക്കാൻ തീരുമാനിച്ചതും വെടിനിർത്തിയതും. അത് താൽക്കാലിക മാത്രമാണ് എന്നും പറഞ്ഞു വെച്ചു. ഇവിടെ ട്രംപ് 29 പ്രാവശ്യം നടത്തിയ ക്ലെയിം, അതിന് പുല്ല് വില പോലും കൊടുക്കാതെ, എൻഡോഴ്സ്മെന്റ് കൊടുക്കാതെ ഭാരതം അത് അവഗണിച്ചു എന്നത് ട്രംപിന്റെ ഈഗോയെ വല്ലാതെ ഹർട്ട് ചെയ്തു. ട്രംപ് ഹാസ് എൻ ഇൻഫ്ലേറ്റഡ് ഈഗോ. അതാണ് ചരിത്രപരമായ കാര്യം. അതാണ് ഒരു കാറ്റലിസ്റ്റ് ആയത്. അത് പുറത്തു പറയാനാവാത്തത് കൊണ്ട് മറ്റ് കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ്. അങ്ങനെയാണ് റഷ്യയുമായുള്ള ഉഭയകക്ഷി എണ്ണ വ്യാപാരം തുടങ്ങുന്നത്, വലിയ തോതിൽ തുടങ്ങുന്നത് 2022 റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷമാണ്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ പലതും ഈ റഷ്യക്കെതിരെ ഉപരോധം യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ യൂറോപ്പിന്റെ എണ്ണ ആവശ്യത്തിന്റെ സിംഹഭാഗവും റഷ്യൻ ഓയിലായിരുന്നു. അത് ലഭിക്കാതെ വന്നപ്പോൾ മധ്യ പൗരസ്ത്യ പ്രദേശത്ത് നിന്നും അത് സോഴ്സ് ചെയ്യേണ്ടതായി വന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അങ്ങനെ വന്നപ്പോൾ
ഗൾഫ് രാജ്യങ്ങളുടെ GCCയുടെ പ്രധാന ശ്രദ്ധ യൂറോപ്പായി കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് മറ്റിടങ്ങളിൽ നിന്നും സോഴ്സ് ചെയ്യേണ്ടി വന്നു. പരമ്പരാഗതമായി സൗദി അറേബ്യയിൽ നിന്നും ഇറാഖിൽ നിന്നുമൊക്കെയാണ് ഇന്ത്യ കൂടുതലായി എണ്ണ വാങ്ങിയിരുന്നത്. ഇറാനുമായി എണ്ണ വ്യാപാരത്തിന് ഉപരോധങ്ങൾ കാരണം ചെറിയ കയറ്റിറക്കങ്ങൾ സംഭവിക്കുന്നു. അത് മാറ്റി നിർത്തിയാൽ മധ്യപൗരസ്ത്യ പ്രദേശത്തിന് പകരം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എണ്ണ ഈ നിമിഷം ഇപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യത്തിന്റെ ഏതാണ്ട് 35 മുതൽ 40% വരെ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. അത് അമേരിക്കയുടെ അനുഗ്രഹാശിസകളോടെയായിരുന്നു. അമേരിക്ക പറഞ്ഞു, നിങ്ങൾ അത് ചെയ്തോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. കാരണം ഓയിൽ മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല, അമേരിക്കയുടെയും ആവശ്യമാണ്. അല്ല എങ്കിൽ ഒപെക് രാജ്യങ്ങൾ വല്ലാതെ വില കൂട്ടും. റഷ്യ ഒരു ബെനിഫിഷ്യറി ആകും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില തീപിടിച്ചാൽ റഷ്യക്ക് ഇഷ്ടം പോലെ എണ്ണ സർപ്ലസ് ഉണ്ട്. അത് അനുവദിച്ചു കൊടുക്കാൻ അമേരിക്ക തയ്യാറല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആയിക്കോളൂ എന്ന ഒരു സമ്മതത്തിലാണ് ഇത് മുന്നോട്ട് പോയത്. പെട്ടെന്ന് എങ്ങനെയാണ് ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരം അമേരിക്കയ്ക്ക് അനഭിമതമാകുന്നത്? അവിടെയാണ് ഈ ക്രക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഒരു താക്കീത് നൽകി. മോദി ട്രംപ് സൗഹൃദം പോലെ പുടിൻ ട്രംപ് സൗഹൃദവും ഉണ്ടെന്നാണ് കരുതപ്പെട്ടിരുന്നത്. പക്ഷേ പുടിൻ ആള് വേറെ ലെവലാണ്. പുടിൻ പറഞ്ഞു, സാധ്യമല്ല, ഞങ്ങൾക്ക് ഉക്രൈനിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യകൾ ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കും. അത് ഞങ്ങളുടെ സുരക്ഷാ പാരഡൈമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാത്രമല്ല, ഉക്രൈൻ നെയ്റ്റോയിലും യൂറോപ്യൻ യൂണിയനിലും ചേരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഞങ്ങളുടെ സുരക്ഷ ആവശ്യമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതുകൊണ്ട് ട്രംപിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു മിസ്റ്റർ വ്ളാഡിമിർ പുടിൻ. അമേരിക്കൻ പ്രസിഡന്റിന് വല്ലാത്ത ഈഗോ ഹർട്ടായി അവിടെയും. അങ്ങനെയെങ്കിൽ പുടിനും മോദിയും തമ്മിലും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതിനെ ഒരു ബാഡ് ലൈറ്റിൽ അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യകത അമേരിക്കയ്ക്ക് തോന്നി. അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം ഇന്ത്യ ഉറക്കെ പ്രതികരിച്ചിട്ടില്ലായിരുന്നു. അമേരിക്കയുമായിട്ടുള്ള ഈ ഉരസലുകൾ പബ്ലിക് ഡൊമൈനിൽ വരുന്നതിൽ നിന്നും ഇന്ത്യ മാറുന്നുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആകട്ടെ, പരസ്യ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിന്നു. ഇന്ത്യക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നു, ആകാംക്ഷയുണ്ടായിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ധനകാര്യ മന്ത്രാലയവും എല്ലാം തന്നെ സാഹൂതം കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവസാനം കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്ത് നിന്ന്, ജയ്സ്വാളിന്റെ ഭാഗത്ത് നിന്ന് പ്രസ്താവനയുണ്ടായി. അമേരിക്ക ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത് തികഞ്ഞ ഇരട്ടത്താപ്പാണ്. അതിനർത്ഥം എന്താ? റഷ്യയിൽ നിന്നും അമേരിക്ക യുറേനിയം ഉൾപ്പെടെ, പലേഡിയം ഉൾപ്പെടെ, രാസവളങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു. യൂറോപ്യൻ യൂണിയനും തഥൈവ അതെല്ലാം ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെ റഷ്യയുമായി അയിത്തമില്ല എങ്കിൽ ഇന്ത്യക്ക് മാത്രം എങ്ങനെയാണ് അയിത്തം ഉണ്ടാവുക? അപ്പോൾ പിന്നെ അത് വേറെ ലെവലാണ്. അവിടെയാണ് പാകിസ്ഥാൻ ബന്ധം പ്രധാനപ്പെട്ടതാകുന്നത്. ഇപ്പൊ ഇന്ത്യ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിൽ നിൽക്കുന്നില്ല എന്ന് തോന്നുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി വേണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. ജനിതക മാറ്റം വരുത്തിയ വിത്തിനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ വൻതോതിൽ കൊണ്ടുവന്ന് തള്ളാം. അങ്ങനെ അടവശിഷ്ട നിലയിലെ ഇപ്പോഴത്തെ അമേരിക്കയുടെ ഒരു ഡെഫിസിറ്റ് എന്ന് പറയുന്നത് $47 ബില്യൺ ആണ്. അമേരിക്കയുടെ എണ്ണ വ്യാപകമായി ഇന്ത്യ വാങ്ങുകയും അമേരിക്കയുടെ കാർഷിക വിപണന മേഖലയായി ഇന്ത്യ മാറുകയും ഒക്കെ ചെയ്താൽ ആ ഗ്യാപ്പ്, ട്രേഡ് ഡെഫിസിറ്റ് കാലക്രമത്തിൽ കുറച്ചുകൊണ്ടുവരാം. അങ്ങനെ ആത്യന്തികമായി $500 ബില്യൺ എന്ന ഉഭയകക്ഷി വ്യാപാരം എന്തെങ്കിലും സാധ്യമാവുകയാണെങ്കിൽ, 2030 സാധ്യമാവുകയാണെങ്കിൽ ഒരു $250 ബില്യൺ കയറ്റുമതി അങ്ങോട്ടും, $250 ബില്യൺ ഇറക്കുമതി ഇങ്ങോട്ടും എന്ന രീതിയിൽ സന്തുലിതമായി നിർത്താം. ഇത് കേവലം ഊട്ടോപ്പിയൻ ഐഡിയ മാത്രമാണ്. നോക്കൂ, അമേരിക്ക വളരെ വലിയ ഒരു ഉപഭോഗ രാജ്യമാണ്. അവിടുത്തെ മൊത്തത്തിലുള്ള അമേരിക്ക ലോകരാജ്യങ്ങളുമായിട്ടുള്ള മൊത്തം വ്യാപാര കമ്മി എന്ന് പറയുന്നത് ഇല്ല വൂപ്പിംഗ് $1.2 ട്രില്യൺ. വാർഷികമായി $1.2 ട്രില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്ക ചൈനയുമായും ഇന്ത്യയുമായും മറ്റെല്ലാ രാജ്യങ്ങളുമായും ചേർന്നുള്ളത്. ഇതൊന്നും ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. 30 ട്രില്യൺ ഇക്കോണമിയാണ് അമേരിക്ക. പക്ഷെ അമേരിക്കയുടെ ആഗോള കടമെന്ന് പറയുന്നത് അതിനേക്കാൾ വലുതാണ്. അപ്പൊ അമേരിക്കയുടെ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഫണ്ടമെന്റൽ ഈ ഊതിപ്പെരുപ്പിച്ച് കാട്ടുന്ന കണക്കുകൾ അനുസരിച്ച് അല്ല യഥാർത്ഥത്തിൽ. ഈ ബോധ്യം ഡൊണാൾഡ് ട്രംപിനുമുണ്ട്, ചില ഇക്കണോമിക് പ്ലാനേഴ്സിനുമുണ്ട്. അങ്ങനെയെങ്കിൽ നൗ ഓർ നെവർ ട്രംപ് എന്ന കാടൻ വ്യക്തി, അദ്ദേഹത്തെ കൊണ്ട് പരമാവധി ഈ ഓർഡർ അങ്ങോട്ട് മാറ്റിയെടുക്കാം. അതായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ട്രംപിന്റെ ഈഗോയെ ഉപയോഗിച്ചുകൊണ്ട് ട്രംപിനെ കൊണ്ട് അരുതാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന
ഒരു സംവിധാനമുണ്ട്. ഇപ്പൊ നമുക്ക് തോന്നാം ട്രംപ് ആണ് കടിഞ്ഞാൺ കയ്യിൽ വെച്ചിരിക്കുന്നതെന്ന്. കുറച്ചൊക്കെ ശരിയാണ്. പക്ഷേ അതിന് പിന്നിൽ ചില ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഡീപ് സ്റ്റേറ്റ് പ്ലെയർ അല്ല ട്രംപ് എന്ന് നമ്മൾ എപ്പോഴും പറയും. പക്ഷേ മറ്റൊരു പുതിയ ഡയമെൻഷനിലേക്ക് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് വ്യാപിച്ചിരിക്കുന്നു എന്ന് കാണാം. അതുകൊണ്ടാണ് ഇന്ത്യ മറ്റു മാർഗങ്ങൾ തേടുകയാണ്. അത് പരസ്യമായി ഇന്ത്യ പറയുന്നില്ല എങ്കിലും ഇന്ത്യ റഷ്യയുമായി എണ്ണ വ്യാപാരം തുടരും അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങൾ വിരട്ടിയാൽ ഞങ്ങൾ മുട്ടും മടക്കില്ല. റഷ്യയുമായി ഇപ്പോൾ 35% വ്യാപാര ഇറക്കുമതി. അതിന് കൂടിയെന്നിരിക്കും 40-50% തുടരും. അതോടൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങളുമായി കൂടുതൽ ബന്ധം ഇന്ത്യ പുലർത്താനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ ബ്രിക്സിന്റെ ലോക വ്യാപാരത്തിന്റെ പങ്കെന്ന് പറയുന്നത് ഏതാണ്ട് 27.8%. അത് വർദ്ധിച്ചു വരും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണവും കൂടിക്കൂടി വരാനുള്ള സാധ്യതയാണുള്ളത്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഷാങ്ഹായ് ഉച്ചകോടിയിൽ കണ്ടുമുട്ടും. നിർണായകമായ ലോക വ്യവസ്ഥയുടെ മാറ്റം മറിച്ചിലുകൾക്കുള്ള ഒരു നിർണായക ഒരു ടേണിംഗ് പോയിന്റായി ഒരുപക്ഷെ ആ കൂടിക്കാഴ്ച മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോ വ്യക്തമായി ചൈന ഫാക്ടറിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഈ ഘട്ടത്തിൽ കൂടുതലായി അത് പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഇന്ത്യക്ക് ബദലുകളുണ്ട്. അമേരിക്ക വ്യാപാരം പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും അതുകൊണ്ട് ഇന്ത്യൻ ഇക്കോണമിയിൽ, ഇന്ത്യൻ GDP-യിൽ വരുന്ന വളർച്ചാ നിരക്കിലെ കുറവ് 0.2% മാത്രമാണ്. ഇന്ത്യൻ ഇക്കോണമി is growing at 6.5% projected growth rate. അതൊരു പക്ഷേ 6.3 പുനഃക്രമീകരിക്കേണ്ടി വന്നേക്കാം. പാറായിക്കാർ തേങ്ങ പോകുന്ന ഘട്ടമേ ഉള്ളൂ ഇത്. ഇന്ത്യ ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ഇക്കോണമി അല്ല എന്ന് വീണ്ടും 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 ഞാൻ പ്രേക്ഷകരെ ഓർപ്പിക്കുന്നു. പക്ഷെ എക്സ്പോർട്ട് ഓറിയന്റഡ് ഇക്കോണമി ആകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു ഭാരതം. ആ തയ്യാറെടുപ്പ് തുടരും. അമേരിക്ക മാത്രമല്ല വിപണി എന്ന് ഓർക്കണം. അമേരിക്കയെ പോലെ പ്രധാനപ്പെട്ട അതേ കൾച്ചറൽ പശ്ചാത്തലമുള്ള കൺസംഷൻ പാറ്റേണുള്ള വിപണിയാണ് യൂറോപ്യൻ കമ്മ്യൂണിറ്റി. ബ്രിട്ടനുമായി നമ്മളൊരു സ്വതന്ത്ര വ്യാപാര കരാർ, ബില്യൺസ് ഓഫ് ഡോളേഴ്സ് വർത്ത് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളുമായും തത്തുല്യമായ കരാറുകളിലേക്ക് ഇന്ത്യക്ക് നീങ്ങാൻ കഴിയും. അമേരിക്കയുടെ വിരട്ട ഒരുപക്ഷെ അവിടെ ഏൽക്കില്ല എന്ന് വേണമെങ്കിൽ കരുതാം. അങ്ങനെയെങ്കിൽ അമേരിക്കയിൽ നഷ്ടപ്പെടുന്നത് യൂറോപ്യൻ യൂണിയനിലൂടെ ചൈനയുമായി ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ പുതിയ മാർക്കറ്റുകൾ സൗത്ത് കോർപ്പറേഷന്റെ ഭാഗമായി ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഉൾപ്പെടെ വ്യാപാരം വർദ്ധിപ്പിച്ചാൽ അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇക്കോണമിയെ വൈബ്രന്റായി ഒരു കൺസംഷൻ ഓറിയന്റഡ് ഇക്കോണമിയായി വലിയ ഡിമാൻഡ് ജനറേറ്റ് ചെയ്യാൻ ആഭ്യന്തരമായി കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളുടെ കാർമേഘങ്ങൾ മാഞ്ഞു പോകും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും നിലപാടുകളും പ്രസ്താവനകളുമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുകൊണ്ട് അങ്കലാപ്പിലാകേണ്ട ഒരു കാര്യവുമില്ല. ശുഭോദർക്കമായ കാര്യമാണ്. ഓഹരി വിപണിയൊന്നും ഇടിഞ്ഞു കൂപ്പുകുത്തിയിട്ടൊന്നുമില്ലല്ലോ. ചെറിയ രീതിയിലുള്ള കറക്ഷൻസ് നടന്നു എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് ഇന്ത്യ ഹാസ് ഷോൺ ദി റെസിലിയൻസ്. മുൻകാലങ്ങളിൽ 1998 ആ റെസിലിയൻസ് നമ്മൾ കാട്ടി. എന്താണ് 1998 പൊഖ്രാനിൽ രണ്ടാമത് ബുദ്ധൻ ജനിച്ചല്ലോ. അപ്പോൾ ആണവ സ്ഫോടനത്തിന് ശേഷം, ആണവ പരീക്ഷണത്തിന് ശേഷം അമേരിക്ക പറഞ്ഞു ഇന്ത്യക്കെതിരെ കർശനമായ വ്യാപാര സാമ്പത്തിക ഉപരോധം. നമ്മൾ അതൊക്കെ പുഷ്പം പോലെ മറികടന്നില്ലേ? 2008-2009 ആഗോള സാമ്പത്തിക മാന്ദ്യം മറ്റേത് രാജ്യം അതിജീവിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഭാരതം അതിജീവിച്ചു. ഭാരതം വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയത് 8.7% വളർച്ചാ നിരക്കാണ് ആ വർഷം രേഖപ്പെടുത്തിയെന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രതിസന്ധി എന്ന് പറയുന്നത് സാധ്യതയാക്കി മാറ്റിയെടുക്കാനുള്ള അനിതര സാധാരണമായ ഒരു വൈഭവം ഭാരതം ചരിത്രപരമായി കാട്ടിയിട്ടുണ്ട്. ഇതൊരു പ്രതിസന്ധിയാണ്, സമ്മതിക്കുന്നു. ആ പ്രതിസന്ധിയാണ് പുതിയ ലോകക്രമത്തിന്, ഡോളർ അധിഷ്ഠിതമല്ലാത്ത, അമേരിക്കൻ മേധാവിത്വമില്ലാത്ത വിതരണാത്മകമായ ഒരു ലോകക്രമത്തിന് നാന്ദി കുറിക്കാൻ ഈ പ്രതിസന്ധി, ട്രംപ് എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങളും വ്യാപാര യുദ്ധ പ്രഖ്യാപനങ്ങളും എല്ലാം നാന്ദി കുറിക്കുന്നുവെങ്കിൽ, തുടക്കം കുറിക്കുന്നുവെങ്കിൽ, കാറ്റലിസ്റ്റായി മാറുന്നുവെങ്കിൽ അത് നന്ന് എന്ന് ഭാരതത്തിന് കരുതേണ്ടി വരും.